കഴിഞ്ഞ 50 വർഷത്തെ ദുബായ് ചരിത്രം കണ്ട ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളിലൊന്ന് നമ്മൾ പറയുന്നതിന് മുമ്പ് യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം, വെടിനിർത്തൽ കുറച്ച് ദിവസത്തേക്ക് കൂടി തുടരുമെന്ന് അറിയിച്ചുകൊണ്ട് ട്രംപിൻ്റെ പ്രസ്താവന വന്നതിന് ശേഷം ഇന്ന് ഹോർമൂസ് കടലിടുക്കിലൂടെ ചില കപ്പലുകൾ പോകാൻ ശ്രമിച്ചെന്നും അതിൽ 3 നേർക്ക് ഇറാൻ ശക്തമായ ഗ്രനേഡ് ഗൺ ആക്രമണം നടത്തിയെന്നും 2 പിടിച്ചെടുത്ത് ഇറാൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയെന്നും റിപ്പോർട്ടുകൾ വരികയാണ്. എല്ലാ മാധ്യമങ്ങളും സ്ഥിരീകരിച്ച കാര്യമാണ്. എന്നാൽ തങ്ങളുടെ കപ്പൽ ഈ കൂട്ടത്തിൽ പിടിച്ചെടുത്തു എന്ന രൂപത്തിൽ വാർത്ത പരക്കുന്നത് ശരിയായ കാര്യമല്ല. നിരാകരിച്ചുകൊണ്ട് ഗ്രീസ് രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. വെടിനിർത്തൽ നീട്ടിയ ട്രംപ് ഇന്ന് ശുഭപ്രതീക്ഷയുടെ ചില വാക്കുകൾ പറയുന്നത് ഇങ്ങനെ: മിക്കവാറും ഒരു 3 ദിവസത്തിനുള്ളിൽ ചർച്ച നടക്കാൻ സാധ്യതയുണ്ട്. മധ്യസ്ഥന്മാർക്ക് സമയം കൊടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ സമയം നീട്ടിക്കൊടുത്തിരിക്കുന്നത്. ആ ചർച്ചയിലെല്ലാം ശുഭകരമായി അവസാനിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കരാറിൽ ഒപ്പിടാൻ പറ്റും എന്ന് ട്രംപ് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത് വാർത്തയായി വരികയാണ്. പിന്നൊരു കാര്യം എല്ലാവരും അറിയണം, 3 ദിവസം മുതൽ 5 ദിവസം വരെ മാത്രമാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ നീട്ടിക്കൊടുത്തിരിക്കുന്നത്. അതിനപ്പുറം കൊണ്ടുപോകില്ലേ എന്ന് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. വെടിനിർത്തൽ ഇങ്ങനെ നീട്ടിയ ശേഷവും പാകിസ്ഥാൻ ഇറാൻ്റെ നേതൃത്വവുമായി കോൺടാക്ട് ചെയ്തെന്നും ചർച്ചയ്ക്ക് വരുമോ എന്ന് അപേക്ഷ കൊടുത്തെന്നുമൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാൻ തന്നെ പറയുന്നു, ഇതുവരെ ഇറാൻ ഇന്ന് വൈകുന്നേരം വരെ ഇങ്ങനെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമെന്നോ പങ്കെടുക്കില്ലെന്നോ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. തങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് കാത്തിരിക്കുകയാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് എന്ത് പറയുന്നു എന്നുള്ളത് കൗതുകമായിരിക്കുമല്ലോ. ആദ്യമൊന്നും ഇങ്ങനെ വെടിനിർത്തൽ നീട്ടിയ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. എന്നാൽ അതിനുശേഷം ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് IRGC പറയുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നേരത്തെ ഉണ്ടായതുപോലെ ഇറാന് മേലുണ്ടായാൽ ഞങ്ങൾ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിൽ തിരിച്ചടിക്കുമെന്നാണ്. ഇതാണ് IRGCയുടെ ഏക പ്രതികരണമായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ സമാധാന ചർച്ച വഴിമുട്ടി നിൽക്കുന്നത് ഒരു ചെറിയ ഘടകത്തിൽ എന്ന രൂപത്തിലായി മാറിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ അറിഞ്ഞോ അറിയാതെയോ ക്ലിയർ ചെയ്യപ്പെട്ടതുപോലെയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര രംഗം മുന്നോട്ട് പോകുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ച് മുന്നോട്ട് നീങ്ങവേ ഹോർമൂസ് തുറക്കാൻ തീരുമാനമുണ്ടാവുകയും പിന്നെ ഹോർമൂസ് അടയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു ഇറാൻ. അതുവഴി കപ്പലുകളൊന്നും പോകാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപിത നയം കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ ഇറാൻ്റെ കപ്പലും എങ്ങോട്ടും പോകേണ്ടതില്ല, ഇറാൻ്റെ എണ്ണയും ഗ്യാസും എവിടത്തേക്കും കൊണ്ടുപോയി കൊടുക്കേണ്ടതില്ല, ഇറാൻ സഹായിക്കാൻ വേണ്ടി വേറൊരു കപ്പൽ അകത്തോട്ട് വരികയും വേണ്ട എന്ന് പറഞ്ഞിട്ടാണല്ലോ ഹോർമൂസിന് ചുറ്റുവട്ടത്തായിട്ട് അമേരിക്കയുടെ സേന സൈനിക വ്യൂഹം ശക്തമാക്കിക്കൊണ്ട് നിലയുറപ്പിച്ചത്. ആ ബ്ലോക്കേഡ്, ആ ഉപരോധം മാറ്റണം. മാറ്റിയാൽ മാത്രം ഹോർമൂസ് തുറക്കൽ. ഇങ്ങനെയുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. അതുകൊണ്ട് നാവിക വ്യൂഹം ഇനിയിപ്പോൾ ഈ കടൽ പ്രദേശം വിട്ടു പോകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിൻ്റെ മറ്റു ചില ദൂഷ്യവശങ്ങൾ കൂടി പല രാജ്യങ്ങളും പറയുന്നത് ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് മുമ്പ് ദുബായിൽ ഇന്ന് ഈ ഏപ്രിൽ 22 കൊണ്ടുവന്നിരിക്കുന്ന പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ദുബായ് ഭരണാധികാരിയുടെ സുപ്രധാനമായ പ്രഖ്യാപനം നമ്മളൊന്ന് മനസ്സിലാക്കണം. ദുബായിയുടെ ചരിത്രം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധമുള്ളൊരു ഗതാഗത നെറ്റ്വർക്ക്, ദുബായ് മെട്രോയുടെ ഗോൾഡ് ലൈൻ ഇതാ വരാൻ പോകുന്നു എന്നുള്ള അറിയിപ്പ്, അതിനുവേണ്ടി ബഡ്ജറ്റ് നീക്കി വച്ചിരിക്കുന്നു എന്നുള്ള സുപ്രധാനമായ അറിയിപ്പാണ് ദുബായ് ഭരണാധികാരി ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3400 കോടി ദിർഹം ചെലവഴിച്ചുകൊണ്ട് ഗോൾഡ് ലൈൻ സമ്പൂർണ്ണമായിട്ടും അണ്ടർഗ്രൗണ്ടിലൂടെ മാത്രം 42 കിലോമീറ്റർ ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന പുതിയ മെട്രോ റെയിൽ നെറ്റ്വർക്ക് വരുന്നു. നിലവിലുള്ള മെട്രോ നെറ്റ്വർക്കിൻ്റെ 25% കൂടി കൂട്ടിച്ചേർക്കുന്ന വിധത്തിലാണ് പുതിയ ഗോൾഡ് ലൈനിൻ്റെ സജ്ജീകരണം വരിക എന്ന കാര്യവും ഭരണാധികാരി അറിയിച്ചിരിക്കുകയാണ്. അത് ഭൂമിയിൽ താഴേക്ക് 40 മീറ്റർ താഴ്ചയിലേക്ക് പോയിട്ടാണ് ഈ അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കുന്നത്. ദുബായിയുടെ വികസന ചരിത്രത്തിലെ വിസ്മയമായി മാറുകയാണ് ഈ പുതിയ പ്രോജക്റ്റ്. 2032 സെപ്റ്റംബർ 9 ആണല്ലോ മെട്രോ സ്റ്റാർട്ട് ചെയ്ത ആ ദിവസം 2009. അപ്പോൾ ആ 9/9/9 എന്നാണല്ലോ ആ പ്രഖ്യാപനം നടത്തിയ ആ പ്രാബല്യത്തിൽ വന്ന ദിവസം. അതുപോലെ 2032 സെപ്റ്റംബർ 9 ഈ ഗോൾഡ് ലൈനിൻ്റെ കംപ്ലീഷൻ, ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാകുമെന്നും ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് അറിയിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 28 ആരംഭിച്ച യുദ്ധം ഇങ്ങനെ ആഴ്ചകൾ
മാസങ്ങളെന്നൊക്കെ പറയാവുന്ന രൂപത്തിലേക്ക് കടന്ന് 50 ദിവസവും കടന്നൊക്കെ പോകുമ്പോൾ യൂറോപ്പ് യഥാർത്ഥത്തിൽ 2-3 തട്ടിലായി നിൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരികയാണ്. ഉള്ളിലെ വിയോജിപ്പ് പലപ്പോഴും പുറത്തു വരികയാണ്. ചില രാജ്യങ്ങൾ എന്തിനാണ് ഈ യുദ്ധം നടത്തുന്നത് എന്ന് അമേരിക്കയോട് ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ചില രാജ്യങ്ങൾ യാതൊരു സഹായവും ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഞങ്ങൾ നൽകില്ല, മാത്രമല്ല ഞങ്ങളുടെ ആകാശവും ഞങ്ങളുടെ ഭൂമിയും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സജീവമായി രംഗത്താണ്. ചില രാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെയും പ്രസിഡന്റിനെതിരെയും ശക്തമായ പ്രതിഷേധ വാക്കുകളുമായി രംഗത്താണ്. ഇങ്ങനെ നിൽക്കവേ ഓരോ രാജ്യങ്ങളുടെ അവസ്ഥ കൂടി നമ്മളൊന്ന് യൂറോപ്പിൽ പരിശോധിക്കണം. യൂറോപ്പ് എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് പൊതുവേ നമുക്ക് എപ്പോഴും പോയി താമസിക്കാൻ പറ്റിയ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്ന, എല്ലാ ആനുകൂല്യങ്ങളും കിട്ടാൻ സാധ്യതയുള്ള, നമ്മളെയൊക്കെ സ്വീകരിക്കുന്ന ഒരു നാട് എന്നൊരു ചിന്ത പണ്ടുണ്ടായിരുന്നു, സമ്പന്നരുടെ നാട്. എന്നാൽ ഇപ്പോൾ ഈ യുദ്ധം കാരണം അവിടെ പല രാജ്യങ്ങളും വലിയ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുന്നു. ഗ്രീസ് എന്ന രാജ്യം ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് യുദ്ധം കാരണം ദുരിതമനുഭവിക്കുന്ന ഗ്രീസിലെ കർഷകർക്കും പാവപ്പെട്ട വീടുകൾക്കുമായി 500 മില്യൺ യൂറോ ധനസഹായമായി പ്രത്യേക സഹായ പാക്കേജായി നൽകേണ്ടുന്ന അവസ്ഥയിലാണ് രാജ്യം കടന്നു പോകുന്നത്. അവിടുത്തെ കർഷകർ, അവിടുത്തെ ഫാർമേഴ്സൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ് എന്ന രൂപത്തിലുള്ള റിപ്പോർട്ട് വരികയാണ്. അത് എന്തുകൊണ്ടങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഫെർട്ടിലൈസേഴ്സിന് കൊടുത്തിരുന്ന ഡിസ്കൗണ്ടൊക്കെ ഇല്ലാതാക്കി അതിൻ്റെയൊക്കെ വില കൂടുന്ന സാഹചര്യം. ഈ ഹോർമോസ് ഒന്ന് തുറന്നു കിട്ടിയാലേ ഗൾഫ് മേഖലയിൽ നിന്നുള്ള ഈ ഫെർട്ടിലൈസേഴ്സ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകാൻ പറ്റൂ. അതില്ല, ഉടനെയൊന്നും കിട്ടില്ല എന്ന ധാരണ വന്നപ്പോൾ ഗ്രീസിലെ കർഷകർ ആകെ വ്യാധിയിലായി, ആധിയിലായി എന്ന് പറഞ്ഞുള്ള റിപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ 500 മില്യൺ യൂറോ ഒന്നാം ഘട്ടമായിട്ട് കൊടുക്കാനാണ് ഗ്രീസിൻ്റെ പ്രധാനമന്ത്രി കിറിയാക്കോസ് മിസ്റ്റോട്ടാക്കിസ്, നമുക്ക് കുര്യാക്കോസ് എന്ന് വിളിക്കാം, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അക്കൂട്ടത്തിൽ യൂറോപ്പിൻ്റെയൊക്കെ മൊത്തം കാര്യങ്ങൾ നോക്കുന്ന യൂറോപ്യൻ യൂണിയൻ അതിൻ്റെ നേതൃത്വവും വളരെ രൂക്ഷമായൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി മുതൽ നമ്മൾ ഈ ഫോസിൽ ഇന്ധനം, പെട്രോളും ഡീസലും ഒക്കെ അതുപയോഗിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ, ആ ഒരു ആശ്രയത്വത്തെ പരമാവധി കുറയ്ക്കാൻ വേണ്ടി നിലവിലുള്ള എഫർട്ടിൻ്റെ ഇരട്ടിയിലധികം കൊടുക്കേണ്ടി വരും. ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മളതൊക്കെ പഠിക്കണം. എപ്പോഴും നമ്മളിങ്ങനെ ഫോസിൽ എനർജിയെ ഉദ്ദേശിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ വീണുപോയിരിക്കുന്നു. ആ സാഹചര്യം ഉണ്ടാവാതിരിക്കാനുള്ള ബദൽ നിർദ്ദേശങ്ങൾക്ക് വേണ്ടി ഫോസിൽ എനർജി കുറയ്ക്കാൻ വേണ്ടി ഇരട്ടി ചെലവ് നടത്തേണ്ടിയിരിക്കുന്നു. ആ സാഹചര്യമാണിതാ മുന്നിലുള്ളത് എന്ന് മൊത്തത്തിൽ യൂറോപ്യൻ യൂണിയൻ പറയുകയാണ്. ഇതൊക്കെ എന്ത് സാഹചര്യത്തിൽ വന്നു ചേർന്നതാണെന്ന് യൂറോപ്പിലെ ആളുകൾ ഇപ്പോൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഉക്രൈൻ ഇതിനിടയിൽ നിന്ന് പറയുന്നത്, ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അമേരിക്ക ഇടപെടും സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കാത്തിരുന്നിട്ട് ക്ഷമ കെട്ടിരിക്കുന്നു എന്ന് ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കി ഇന്ന് പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ക്ഷമ കെട്ടു. ഇറാൻ്റെ യുദ്ധം, ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം കഴിയുന്നത് വരെ കാത്തിരിക്കാൻ നമുക്ക് സമയമില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. റഷ്യയ്ക്ക് കാശ് കിട്ടുന്തോറും റഷ്യ ഉക്രൈന് മേലുള്ള ആക്രമണം കൂടിക്കൊണ്ടിരിക്കുന്നു. റഷ്യയ്ക്ക് ഇപ്പോൾ വലിയ വരുമാനം കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം അമേരിക്ക അവരുടെ ഉപരോധം മാറ്റിക്കൊടുത്തു. അമേരിക്ക റഷ്യക്കെതിരെ നീങ്ങുമെന്നും ഉക്രൈനെ സഹായിക്കുമെന്നും കരുതിയിരുന്ന ഞങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് ഉക്രൈൻ്റെ പ്രസിഡന്റ് പറയേണ്ട ഗതികേടിൽ കാര്യങ്ങൾ വന്നെത്തി നിൽക്കുന്നു. വെടിനിർത്തൽ നീട്ടാനുള്ള തീരുമാനത്തെ ഇന്ത്യ പ്രശംസിച്ചു. സമാധാനം പുലരുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ വക്താവ് വ്യക്തമാക്കിയതായി റിപ്പോർട്ട് പറയുന്നു. കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ ഒരു പ്രഖ്യാപനം വന്നത് ലോകം മുഴുവൻ ആളുകൾ ചർച്ച ചെയ്യുകയാണിപ്പോൾ. ഇറാൻ്റെ ഭരണ നേതൃത്വം വിള്ളലുകളായി മാറി, പല തട്ടുകളായി മാറി, അതിപ്പോൾ പല അഭിപ്രായങ്ങളായി മാറി, ആകെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്, ഒത്തൊരുമ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിള്ളലുകൾക്കിടയിൽ നിന്ന് ജനങ്ങൾ പൊറുതിമുട്ടുകയാണെന്ന അർത്ഥത്തിൽ ട്രംപ് പറഞ്ഞതിനെ ലോകം മുഴുവനുള്ള നിരീക്ഷകർ ഈ പ്രത്യേക സാഹചര്യം മുൻനിർത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്ന സമാധാന നിർദ്ദേശങ്ങൾ, മധ്യസ്ഥത, ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് ഇറാൻ മുന്നോട്ട് നീങ്ങുന്ന സാഹചര്യം, ഇതൊക്കെ വെച്ചുകൊണ്ട് നിരീക്ഷകർ വിലയിരുത്തുമ്പോൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർ പറയുന്നത്, ഇറാൻ്റെ ഭരണ നേതൃത്വത്തിൽ അങ്ങനെ പ്രശ്നങ്ങൾ, വിള്ളലുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. ഇതേക്കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കുന്ന ഖത്തറിലെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി, അവിടുത്തെ പ്രൊഫസറാണ് മെഹ്റാൻ കംറാവ. ഗൂഗിൾ ചെയ്താൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നതാണ്. മെഹ്റാൻ പറയുന്നത്, ഈ ഇറാൻ്റെ ഭരണ നേതൃത്വത്തിൽ അങ്ങനെ ഒരു വിള്ളൽ ഉണ്ടായിട്ടില്ല. മുസ്തഫ ഖാമിനി രംഗത്ത് വരുന്നില്ല എന്ന് കരുതിയിട്ട് അവിടെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടെന്ന് വിചാരിക്കരുത്.
അവരുടെ രീതി അങ്ങനെയാണ്. ഇത്രയും നാളായിട്ട് ഇറാനെക്കുറിച്ച് പഠിക്കുന്ന ഒരാളെന്ന രൂപത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. ഇതൊക്കെ CNN, BBC അടക്കമുള്ള മാധ്യമങ്ങൾ ഈ റിപ്പോർട്ടുകളെ വളരെ വലിയ പ്രാധാന്യത്തിൽ ഇപ്പോൾ പുറത്തു കൊണ്ടുവരികയാണ്. എന്തായാലും ലോകത്തുള്ള എല്ലാവരും ഇപ്പോൾ ഒരു സാമ്പത്തിക സമവാക്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. എവിടെയെങ്കിലുമൊക്കെ യുദ്ധം നടന്നാൽ നമുക്കെന്ത് സംഭവിക്കാനാണ്, നമ്മൾ സുരക്ഷിതരല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നൊരു സാഹചര്യം, സാമ്പത്തികമായെങ്കിലും സുരക്ഷിതരല്ല എന്ന് ഏതൊരു കോണിലും ബോധ്യമാവുന്ന തരത്തിലേക്ക് ഈ യുദ്ധത്തിൻ്റെ ബാധ്യതകൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മളിൽ നിഷ്പക്ഷരായി നിൽക്കുന്ന ആളുകളെല്ലാവരും എങ്ങനെയെങ്കിലും ഈ യുദ്ധമൊന്ന് അവസാനിച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ ഘട്ടത്തിലേക്ക് എത്രയും വേഗം എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിച്ചുകൊണ്ട് ഏപ്രിൽ 22 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി. Night Updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Arim Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Sud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, I'm Golden Diamonds, Choco World, Vintage Lux Real Estate, Partha Signature, Abu Shagara, Sharjah.